friends, it's me Muhammad Shafiq PK, your chemistry teacher. Chemical equation balancing. കുറേ ആളുകൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണത്. ചില ഇക്വേഷൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുക അല്ലേ? ചില ആളുകൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് അവിടെ ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ ഇവിടെ തെറ്റിയിട്ടുണ്ടാകും, ഇനി എങ്ങനെ അപ്പുറത്ത് ശരിയാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസിങ് എന്ന് പറയുന്നത്. മക്കളെ, ഏത് ഘടാഘടിയനായിട്ടുള്ള ടഫായിട്ടുള്ള ഇക്വേഷൻ തന്നാലും നിങ്ങളത് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ പ്രോയാക്കി മാറ്റാൻ പോവുകയാണെന്ന് ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട്. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ട്രിക്കാണ്. ഞങ്ങൾ കെമിസ്ട്രിക്കാരുടെ ഇടയിലുള്ള ഒരു ഗ്രേറ്റ് ട്രിക്കാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് ഏത് ഇക്വേഷനും നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 10th ക്ലാസ്സിലുള്ള ഇക്വേഷൻ മാത്രമല്ല, ഇനി മേലോട്ട് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇക്വേഷനും ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് വെച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ട് മനസ്സിലാക്കുക മാത്രം ചെയ്യുക. ഞാൻ ആദ്യം ഒരു ടഫായിട്ടുള്ള ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് ടഫ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതുന്നത് ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസിനെയാണ് ലെഡ് നൈട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെഡി? ഓക്കെ, PbNO3 ട്വൈസ്, ഇത് 3 ആണേ. യെസ്, 3. PbNO3 ട്വൈസ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഹീറ്റ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു അല്ലേ? ഓക്കെ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സംഗതികൾ എന്തൊക്കെയാ? ലെഡ് ഓക്സൈഡ് PbO കിട്ടും, പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് NO2 കിട്ടും, പിന്നെ അതുപോലെ തന്നെ കിട്ടുന്നതാണ് ഓക്സിജൻ ഗ്യാസ്. ഈ ഒരു സമയത്ത് ഇതിനെ ബാലൻസ് ചെയ്യണം നമുക്ക്. ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലെഡ് ഓക്കെ, റെഡിയാണ്. പക്ഷേ ഇവിടെ 2x1 2 നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ, അപ്പോൾ ഞാൻ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോഴും നൈട്രജൻ ബാലൻസ് ആവും. പക്ഷേ ഓക്സിജൻ 2x3 6 ഓക്സിജൻ ആണ്. ഇവിടെ 1 + 2 + 2 5 ഓക്സിജൻ ആണ്. നമ്മൾ എന്ത് ചെയ്യും? എവിടെ മൾട്ടിപ്ലൈ ചെയ്യും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും ഓക്സിജൻ്റെ എണ്ണം കൂടും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും ഓക്സിജൻ്റെ എണ്ണം കൂടും. അപ്പോൾ എവിടെ ചെയ്യും? ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. മക്കളെ, ഞാൻ എൻ്റെ ട്രിക്കിലേക്ക് കിടക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഏത് ഇക്വേഷൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതേപോലെ അപ്പുറമൊക്കെ ഒന്ന് സെറ്റാക്കി ക്യൂസിൻ്റെ ബോത്ത് സൈഡ്സ് നമ്മൾ എപ്പോഴും ഒന്ന് 2 മൾട്ടിപ്ലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റെഡി ആവുന്നില്ല എന്ന് കണ്ടാൽ ഏറ്റവും അവസാനത്തെ തുറപ്പിച്ചിട്ട് ഇറക്കാൻ പോവുകയാണ് സാറ്. എന്ത് ചെയ്യാം? ഇവിടെ A എന്നും B എന്നും C എന്നും D എന്നും അങ്ങനെ ഓർഡറിൽ ഇടുക. എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതുപോലെ ആ ഫസ്റ്റ് റിയാക്റ്റൻ്റ് തുടങ്ങി അങ്ങോട്ട് ABCD അങ്ങനെ പ്രൊഡക്റ്റ് വരെ അങ്ങനെ ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല, ആ കോഎഫിഷ്യൻസ് ഒക്കെ എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അറിയണ്ട. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലുള്ള എലമെൻസിനെ ഞാനൊന്ന് ഇവിടെ താഴേക്ക് എഴുതാൻ വേണ്ടി പോവുകയാണ്. റിയാക്റ്റൻറ്റിൻ്റെ സൈഡ് ഉണ്ടാകുന്നത് PB ഉണ്ട്, ലെഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്റ്റിൻ്റെ സൈഡും ലെഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ടടാ? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത്രയും എലമെൻറ്റ്സ് അവിടെ ഉണ്ട്. ഇനി ഞാൻ PB = ഇവിടെ എത്ര ലെഡാണ് ഉള്ളത്? 1 ലെഡ്. അപ്പോൾ 1 × A, ദാറ്റ് മീൻസ് A. PB = A ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോടാ മക്കളെ? സെറ്റാണോ? PB = A ആണെന്ന് പറയാൻ പറ്റും. PBയുടെ എണ്ണം A ആണെന്ന് പറയാൻ പറ്റും. നൈട്രജൻ്റെ എണ്ണോ? നൈട്രജൻ എന്ന് പറയുമ്പോൾ 2 നൈട്രജൻസ് ഓൾറെഡി അതിലുണ്ട്. അപ്പോൾ A × 2 അല്ലേ? A × 2 ദാറ്റ് ഈസ് 2A ആണ് നൈട്രജൻ്റെ റിയാക്റ്റൻറ്റ് സൈഡിലെ നമ്പർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി നോക്കണേ, 2 × 3 6 ഓക്സിജൻസ് അവിടെ ഉണ്ട്. അപ്പോൾ A × 6 മനസ്സിലാക്കുക. 2 × 3 ഓൾറെഡി അവിടെ ഉണ്ട്, 6 ഹൈഡ്രജൻ ഓക്സിജൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഈ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ 6A. ദാറ്റ് മീൻസ് എന്താണോ Aയുടെ വാല്യൂ അത്രയും 6 ടൈംസ് ഓക്സിജൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് പോവാം. പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് വളരെ സിമ്പിളായി നോക്കാം. ലെഡ് PB, ഒരു PB മാത്രമേ ഉള്ളൂ. ആ PB എത്രയാ? 1 × B, ദാറ്റ് ഈസ് B എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ മക്കളെ, അടുത്ത നോക്കിയേ നൈട്രജൻ്റെ എണ്ണം. നൈട്രജൻ ഇവിടെ മാത്രമാണ് നൈട്രജൻ ഉള്ളത്. 1 നൈട്രജൻ ആണ് ഒരു NO2ൽ. ഒക്കെ C × 1 ദെൻ C അല്ലേ? നൈട്രജൻ്റെ നമ്പർ C ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി അടുത്ത നോക്കണേ, ഓക്സിജൻ ആണ് നമ്മുടെ കളിപ്പിച്ചത് അല്ലേ? ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഇവിടെ B × 1 B പ്ലസ് ഇവിടെ C × 2 2C പ്ലസ് കഴിഞ്ഞിട്ടില്ല അല്ലേ? കഴിഞ്ഞിട്ടില്ല രാമ, ഇനിയുണ്ട് ബാക്കി. ഏതാ? ഇവിടെ D × 2 ദാറ്റ് ഈസ് 2D. ഇത്രയും ഓക്സിജൻസ് എവിടെയുണ്ട്? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുണ്ട്. ഇനി നമ്മൾ കളി തുടങ്ങുകയാണ്. എന്താടാ? നമുക്കറിയാം ഈ സൈഡിലെ എണ്ണവും ഈ സൈഡിലെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇവിടെ എത്ര ലെഡ് ഉണ്ടോ അത്ര തന്നെ ലെഡ് എവിടെ വേണം? പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ വേണം. അപ്പോൾ ലെഡിൻ്റെ എണ്ണം ഇവിടെ A ആണ്, അപ്പോൾ ഇവിടെ B ആണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റണം A = B ആയിരിക്കണം. കാരണം ഇവിടെ ലെഡ് A ആണെങ്കിൽ ഇവിടെ B ആണ്,
ദാറ്റ് മീൻസ് ലെഡിൻ്റെ എണ്ണം റിയാക്റ്റൻറ്റിലും പ്രൊഡക്റ്റിലും ഈക്വൽ ആവണമെങ്കിൽ, ബാലൻസ് ചെയ്ത് ഈക്വൽ ആക്കണമെങ്കിൽ ആ രണ്ട് നമ്പറും സെയിം ആയിരിക്കണം. A = B എന്നൊരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇനി അടുത്ത നോക്കണേ, അടുത്തത് 2A, നൈട്രജൻ 2A ആണ്, ഇവിടെ C ആണ്. അപ്പോൾ എനിക്ക് കിട്ടും ഈ സൈഡിലുള്ള 2A = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള Cക്ക് ഈക്വൽ ആയിരിക്കണം. റെഡി? ഇനി ആരാ? ഓക്സിജൻ 6A ആണ് റിയാക്റ്റൻസിൻ്റെ സൈഡ്, അതെന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഇത്രയും നമ്പേഴ്സിനോട് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് 6A = B + 2C + 2D. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. റെഡി മക്കളെ? ഇത് പറയുമ്പോൾ വലിയൊരു മെത്തേഡ് പോലെ തോന്നും, പക്ഷെ ചെയ്താൽ എളുപ്പമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അസ്യൂം A = 1 കൊടുക്കുന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ABCDയിൽ ഏതെങ്കിലും ഒന്നിന് 1 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ Aക്ക് 1 കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 1നെ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മക്കളെ A 1 ആണെങ്കിൽ A = B അല്ലേ? അപ്പോൾ Bയും എന്ത് കിട്ടി? Bയും 1 ആണെന്ന് കിട്ടി. റെഡിയാ? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കുക നിങ്ങൾ. B 1 ആണ്. ഇനി അതുപോലെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 2A = C. അതായത് 2Aക്ക് ഈക്വൽ ആണ് C. അങ്ങനെയാണെങ്കിൽ C എന്താണ്? C = 2 × 1, ദാറ്റ് ഈസ് 2. ദാറ്റ് ഈസ് = 2 ആണെന്ന് കിട്ടി. ഇനി എന്താ നമുക്ക് വേണ്ടത്? യെസ്, ഇനി നമുക്ക് വേണ്ടത്, റെഡി നോക്കണേ, D ആണ്. D കിട്ടണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിലാണ് D ഉള്ളത്, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ 1 ആണ് മക്കളെ. ദാറ്റ് മീൻസ് 6 × 1, 6 ആണെന്ന് കിട്ടിയല്ലോ. ഞാൻ റഫായി ഇവിടെ ചെയ്യാം. 6 ആണെന്ന് കിട്ടിയല്ലോ, 6. ഓക്കെ, B എന്താണ്? Bയും 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 1 + 2C, ഒരു C എന്താണ്? 2 ആണ്. അങ്ങനെയാണ് 2C മീൻസ് 4 ആണ്. റെഡി? 2D D കിട്ടിയിട്ടില്ല, അതുകൊണ്ട് D എന്നിട്ടു. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. എങ്ങനെയാ? 1 + 4 5. അപ്പോൾ 6 = 5 + 2D എന്ന് കിട്ടും. ആ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 6 - 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 = 2D. ദാറ്റ് മീൻസ് D = 1/2 എന്ന ആൻസർ കിട്ടും. ഡിയുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ C 2 ആണ്, B 1 ആണ്, A 1 ആണ്, D 1/2 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ആ കിട്ടിയ നമ്പേഴ്സിനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കാൻ ഞാൻ Aക്ക് പകരം ഞാൻ കൊടുക്കുന്നു. Aക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? നോക്കണേ മക്കളെ, A 1 ആക്കി എടുത്ത്. അപ്പോൾ ഇവിടെ 1 ആണ്, 1 ഇടണം എന്നില്ല. ഓക്കെ, Bയുടെ പകരവും 1 തന്നെയാണ്. B 1 ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ B 1. C എന്താണ്? C 2 ആണ്. C 2 ആണ്. D എന്താണ് കിട്ടിയത്? D കിട്ടിയത് 1/2 ആണ്. 1/2. ഓക്കെ, കണ്ടോ? 1/2 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആയിരിക്കും, നിർബന്ധമായും ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ 1/2 ഒക്കെ കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? /2 ആണ് ഇവിടെ ഉള്ളത്. അതിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും × 2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമുക്ക് ഈ /2 റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 × 1 2 ആയി. ഇവിടെയും 2 × 1 2 ആയി. ഇവിടെ 2 × 2 4 ആയി. ഇവിടെ 2 × 1/2, ദാറ്റ് ഈസ് 1/2 × 2, ദാറ്റ് മീൻസ് എത്രയാണടാ? 1 ആയി അല്ലേ? 1/2 × 2 എന്ന് പറയുമ്പോൾ 1 ആയി. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കും. ചെക്ക് ചെയ്യണോ നിങ്ങൾക്ക്? അത്ഭുതകരമായി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. എന്താ? 2B, 2 ലെഡ് ഉണ്ട്, 2 ലെഡ്. ഇവിടെയും 2 ലെഡ് ഉണ്ട്. ഓക്കെ, നൈട്രജൻ 2 × 2 4 നൈട്രജൻസ് ആർ ദർ. 4 നൈട്രജൻസ് ആർ ദർ. ഓക്കെ, ഇനി 2 × 3 6 ഓക്സിജൻസ് ആർ ദർ. 6 × 2 12 ഓക്സിജൻ. ടോട്ടൽ 12 ഓക്സിജൻ. നോക്കണേ, 2 + 4 × 2 8. 8 + 2 10 ആയി. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 8 ഓക്സിജൻ. അപ്പോൾ എത്രയായി? 10 ഓക്സിജൻ ആയി. ഇവിടെ 2 ഓക്സിജൻ, അപ്പോൾ 12 ഓക്സിജൻ ആയി. ടോട്ടൽ 12 ഓക്സിജൻ ആയി. അപ്പുറം ഇപ്പുറം ഓക്സിജന്റെ നമ്പറും ഈക്വൽ ആയി. കണ്ടോ? ഏത് ഇക്വേഷനും എനി ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ എവിടെ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇനി ആര് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, നിങ്ങളുടെ സിലബസിൽ ബോർഡ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. ഇക്വേഷൻസ് പല സമയത്തും നിങ്ങൾക്ക് മൈൻഡിൽ അസ്യൂം ചെയ്ത് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും, ഒരു ബാലൻസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ഈ ട്രിക്ക് യൂസ് ചെയ്തോളൂ മക്കളെ. നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? ABCD ലെവലിൽ കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം വീട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോൾ തരാൻ പോകുന്നത് Fe plus H2O gives Fe3O4 plus H2 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നു ഞാൻ. ഓക്കെ, എനിക്ക് അറിയൂല ഇവിടെയുള്ള നമ്പേഴ്സ് ഏതാ ബാലൻസ്ഡ്. ഇത് അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് തുടങ്ങുക. A എന്നിടുന്നു, B എന്നിടുന്നു, C എന്നിടുന്നു, D എന്നിടുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. Fe അല്ലേ?
Fe എന്ന് പറയുന്നത് റിയാക്റ്റന്റിന്റെ സൈഡിൽ ആകെ ഒന്നേ ഉള്ളൂ, അപ്പോൾ എ ആണ്, എ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്താണ്? 2b ആണ് ഹൈഡ്രജൻ ഉള്ളത്, 2b. ഓക്സിജനോ? ഓക്സിജൻ 1b ആണ്, ഓക്സിജൻ ബി ആണ്. ഇനി പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ അയൺ എത്രയാണടാ? അയൺ എന്ന് പറയുന്നത് 3c ആണ്, 3c. ഇനി എന്താ അടുത്തത് ആരെയാ നമ്മൾ നോക്കുക? ഓക്സിജൻ അല്ല, ഹൈഡ്രജൻ. ഹൈഡ്രജൻ 2d ആണ്, ഹൈഡ്രജൻ H=2d ആണ്. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് അടുത്തത് ഓക്സിജൻ ആണ്, 4c ആണ്. ഓക്സിജൻ O=4c ആണ്. ഓക്കെ, ഇത് നമുക്ക് മൈൻഡിൽ തന്നെ ചില ആളുകൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവർ ഈ മെത്തേഡ് വേണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് ഈ മെത്തേഡ് സിമ്പിൾ മെത്തേഡ് എന്നല്ല ഞാൻ പറയുന്നത്. എനി ഇക്വേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ ട്രിക്കാണ്. ഓക്കെ, റെഡി? അതല്ലാണ്ട് ടപ്പേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാലൻസ് ചെയ്യാമെന്നല്ല ഞാൻ വാചാലനാകുന്നത്. ഓക്കെ, റെഡി? നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എവിടുന്ന് തന്നാലും അതിനെ ആരോടും ഭയപ്പെടാതെ തെറ്റുമോ എന്നുള്ള പേടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണത്. സെറ്റാണോ? ഓക്കെ, ഇനി നോക്കണേ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. നോക്കണേ, നമുക്കറിയാം എഫ്ഇയുടെ നമ്പേഴ്സ് സെയിം ആവണമെങ്കിൽ എയും 3cയും ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, A=3c. ഓക്കെ, മറ്റൊരു ഇക്വേഷൻ ഹൈഡ്രജൻ 2bയും 2dയും ഈക്വൽ ആയാലേ ഹൈഡ്രജൻ ബാലൻസ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2b=2d എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, B=4c ആയാലേ ഓക്സിജൻ ബാലൻസ് ആവുള്ളൂ, B=4c. ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണടാ? ഏതെങ്കിലും ഒന്നിന് 1 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അസ്യൂം ദാറ്റ് A=1 ആണെങ്കിൽ നമുക്ക് A1 ആണെങ്കിൽ C എന്തായിരിക്കും? A1 ആണെങ്കിൽ 3c ആണ്, A=3c ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ പറ്റൂലേ? C=1/3 എന്ന് എഴുതാൻ പറ്റൂലേ? A=3c ആണ്, A1 ആണെങ്കിൽ 3c, അപ്പോൾ C=1/3 എന്ന് എഴുതാനായിട്ട് സാധിക്കൂലേ? മാത്സ് ആണ്. ഓക്കെ, റെഡി? ഇനി എന്താ? ബി കിട്ടണം അല്ലേ? ബി കിട്ടണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെടാ. നോക്ക്, എങ്ങനെയാടാ ഇക്വേഷൻ ഉള്ളത്? B=4c, ഒരു c എന്താ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ B=4c. ഓക്കെ, B=4c ആണെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ അറിയാം, B=4/3 അല്ലെങ്കിൽ 4 × 1/3, ദാറ്റ് ഈസ് 4/3. B=4/3 എന്ന ആൻസർ കിട്ടും, B=4/3 എന്ന ആൻസർ കിട്ടും, B=4/3. ഇനി ഡി അല്ലേ കിട്ടേണ്ടത്? ഡി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഇവിടുത്തെ ഡി എങ്ങനെയാ വരിക? ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. 2B=2d. അങ്ങനെയാണെങ്കിൽ ബി കിട്ടിയിട്ടുണ്ട് 4/3. അപ്പോൾ 2 × 4/3 = 2d. ദാറ്റ് മീൻസ് എങ്ങനെയാടാ കിട്ടുക? യെസ്, 8/3 = 2d. ദാറ്റ് മീൻസ് d = 8/2 × 3, 8/6. 8/6. ഓക്കെ, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും 4/3. ഓക്കെ, ഡിയും എന്താ കിട്ടുക? 4/3 കിട്ടുക. യെസ്, ഇനി നമുക്കിത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ /3 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ /3 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും ലാസ്റ്റ് നമ്മൾക്ക് ഉണ്ടാവുക. അപ്പോൾ 3 കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ എനി ഇക്വേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ തരാം. നോക്കണേ, അലുമിനിയം പ്ലസ് H2O gives AlOH thrice. അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2. ഓക്കെ, ഇവിടെ 3 ആണ്. ഇതൊന്നും ബാലൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എൻ്റെ കമന്റ്സ് പറയാം. സോ ഇതുപോലെയുള്ള മാജിക് ട്രിക്കുമായിട്ട് ഇനിയും സാർ വരും. അതുവരേക്കും സൈനിങ് ഓഫ്.